പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് എന്ന പൊതുമേഖലാ ബാങ്കിൽ നടക്കുന്ന അതിനീചമായ നിഷ്ഠൂരമായ ചില പ്രവൃത്തികൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ IOBയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ സാധാരണക്കാരായ ഓഫീസർമാരെ, ജീവനക്കാരെ എത്രമാത്രം പീഡിപ്പിക്കുന്നു എന്നുള്ളത് വാക്കുകൾക്ക് അതീതമാണ്. ഒരൊറ്റ ഉദാഹരണത്തിന്, ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ എറണാകുളം റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ, സാധാരണ ഒരു ഓഫീസർ, അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട വ്യക്തി ആയതുകൊണ്ട് മാത്രം ആ ബാങ്കിലെ 2 ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ഡെപ്യൂട്ടി ജനറൽ മാനേജരും അസിസ്റ്റന്റ് ജനറൽ മാനേജരും, ആ ഓഫീസറെ വിളിച്ചുകൊണ്ട് നീ ചായ മേടിച്ചു കൊണ്ടുവരണം, തോട്ടത്തിൽ ചെടി നനയ്ക്കണം, ഞങ്ങളുടെ വീട്ടിലെ വ്യക്തികൾക്ക് വേണ്ടിയുള്ള മരുന്ന് വാങ്ങാൻ പോകണം, എന്തിന് ചായ മേടിച്ചു കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പല പ്രാവശ്യം പറഞ്ഞ് ചെയ്തു കൊടുത്തെങ്കിലും അവസാനം ധൈര്യം അവലംബിച്ച് പറഞ്ഞ വിഷ്ണുവിനെ ജാതി അധിക്ഷേപിച്ച് നീച്ചെ ആദ്മി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പുറത്തടിക്കുകയും മാരകമായി അടിക്കുകയും അദ്ദേഹത്തെ ബാങ്കിനകത്ത് വെച്ച് പീഡിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഏറ്റവും അവസാനത്തേത്. ഇത് ഒരൊറ്റ ഓഫീസർക്കെതിരെ മാത്രമുള്ളതല്ല, നിരവധി ഓഫീസർമാർ ഇതേ രീതിയിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, മറ്റു ജീവനക്കാരും. എന്നാൽ വിഷ്ണു ഇതിൽ പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസ് കൊടുക്കുകയും അദ്ദേഹത്തിനെതിരെ ബാങ്ക് അധികാരികൾക്ക് കേസ് കൊടുക്കുകയും ചെയ്തതിന് മാനേജ്മെന്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, വിഷ്ണുവിനെ കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ട് തിരിച്ച് കൗണ്ടർ കേസ് ഉണ്ടാക്കി. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അകത്ത് കേസിലിരിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ വളരെ പെട്ടെന്ന് അവർ എറണാകുളത്ത് നിന്നും ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തിനവരെ രക്ഷിക്കാൻ? പകരം വിഷ്ണുവിനെതിരെ ഉണ്ടാക്കിയ കേസ്, തെറ്റായി കേസ് ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് എൻക്വയറി നടത്തി 15 ഇൻക്രിമെന്റ് കെട്ടുകളാണ് നടത്തിയിരിക്കുന്നത്. ലോക ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. കേവലം 11 വർഷം മാത്രം സർവീസുള്ള വിഷ്ണുവിന് അഡ്വാൻസ് ആയി പോലും ഇൻക്രിമെന്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് 15 ഇൻക്രിമെന്റുകൾ കട്ട് ചെയ്യുക മാത്രമല്ല, പണിഷ്മെന്റ് ആയി ഗുജറാത്തിലെ അഹമ്മദാബാദിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഒരുപക്ഷെ ലോകത്തിൽ ഒരു സ്ഥലത്ത് നടക്കാത്ത ഒരു സംഭവമാണ് ഇന്ത്യയിൽ ഒരു പൊതുമേഖലാ ബാങ്കിൽ ഉണ്ടായിരിക്കുന്നത്. ജീവനക്കാരോട്, ക്ലർക്കൽ സ്റ്റാഫിനോട് പുറത്തുപോയി പെട്ടെന്ന് 5 ലക്ഷത്തിന്റെ സ്വർണ്ണ വായ്പ പിടിച്ചുകൊണ്ടുവരണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്നു. ബാങ്കിലെ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ അല്പം വീക്കാണ് എന്ന് പറഞ്ഞ ഒരു ഓഫീസറെ 5 ഇൻക്രിമെന്റ് കെട്ട് നടത്തുകയും അദ്ദേഹത്തെ വടക്കേ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെ പ്രതികരിക്കാൻ ആരും തയ്യാറാകരുതെന്ന് മാത്രമല്ല, ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കി ബാങ്കിനകത്തെ യൂണിയനുകൾ ആകെ ഇല്ലാതെയാക്കുന്ന ഒരു സമ്പ്രദായത്തിനെതിരെ ബെഫി, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാളെ ഇതുവരെ ഒരു അനീതിയും വെച്ചു പൊറിപ്പിച്ചിട്ടില്ലാത്ത ഈ സംഘടന അതിശക്തമായ പ്രക്ഷോഭത്തിലാണ്. CITUയും ബെഫിയും ചേർന്ന് കഴിഞ്ഞ 1.5 മാസക്കാലമായി എറണാകുളത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം കേരളത്തിൽ ആകെ പടരുകയാണ്. ഈ മാർച്ച് 28-ാം തീയതി CITUവിന്റെയും ബെഫിയുടെയും നേതൃത്വത്തിൽ 1000-ലേറെ പേർ പങ്കെടുത്തുകൊണ്ട് എറണാകുളത്ത് നടക്കുന്ന വമ്പിച്ച റാലി IOB മാനേജ്മെന്റിന്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. തീർച്ചയായും ഈ വിഷയത്തിന് ഒരു അന്ത്യം കാണുന്നതുവരെ ബെഫിയും CITUയും ഇതര പ്രസ്ഥാനങ്ങൾ പോരാടും എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഇവരെ ഓർമ്മപ്പെടുത്തുന്നു. മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.